എവ്രിവൺ, നമ്മളുടെ കെമിസ്ട്രിയുടെ ലാബ് എക്സാംസ് വരുന്നുണ്ട്. അപ്പൊ ലാബ് എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ അല്ലെങ്കിൽ കുറച്ച് ഫിയർ ഉള്ള ഒരു ഭാഗമാണ്. വൈവ ചോദിക്കും, വൈവയ്ക്ക് എന്ത് പഠിക്കണം, വൈവയ്ക്ക് എന്തായിരിക്കും ചോദിക്കുക അല്ലെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ത്രൂ ഔട്ട് വീഡിയോയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈവയൊക്കെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളുടെ അടുത്ത് വൈവയ്ക്ക് ചോദിക്കാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് പഠിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന എക്സ്പെരിമെന്റ് ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഏത് സോൾട്ടാ കിട്ടുന്നത്, നമുക്ക് ഏത് ടൈട്രേഷനാ കിട്ടുന്നത്, അതെന്നൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പോലത്തെ വൈവ ക്വസ്റ്റ്യൻസ് വരാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, എന്താണ് നമ്മുടെ ടീച്ചർക്ക് തോന്നുന്ന രീതിയിൽ നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യാം, വൈവയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എല്ലാം പഠിച്ചിട്ട് അങ്ങ് പോകും. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും സിമ്പിൾ അല്ലെ. അപ്പൊ ആദ്യം തന്നെ എന്താണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, വാട്ട് ഇസ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നമുക്ക് ഒരു സോൾട്ടിലുള്ള അസിഡിക് അല്ലെങ്കിൽ ബേസിക് റാഡിക്കൽസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് അനാലിസിസ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നു അല്ലെ. ടൈട്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ക്വാണ്ടിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുമ്പോൾ സോൾട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാ, അതിലത്തെ ആനയോണും കാറ്റയോണും ഏതാണ് എന്നാണ് കണ്ടുപിടിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലുള്ള അല്ലെ സോൾട്ടിലുള്ള അസിഡിക് അല്ലെങ്കിൽ ബേസിക് റാഡിക്കൽസ് ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറയും അല്ലെ, ദ ഡിറ്റക്ഷൻ ഓഫ് അസിഡിക് ആൻഡ് ബേസിക് റാഡിക്കൽ പ്രസന്റ് ഇൻ എ സോൾട്ട്, അതിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയണമെന്ന് പറയുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ മോസ്റ്റ്ലി എന്ത് മിസ് ചോദിക്കും, അപ്പൊ എന്താണ് ഈ റാഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പൊ റാഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ആറ്റം ആവാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം ആവാം. അതായത് ഇപ്പൊ അമോണിയം പോലെ അല്ലെ NH4+. അപ്പൊ ആ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉള്ള ആ ഒരു ആറ്റംസിനെ വിളിക്കുന്ന അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റാഡിക്കൽസ് എന്ന് പറയണത് അല്ലെ. ഒരു സിംഗിൾ യൂണിറ്റ് അല്ലെ, അവരൊരു ബിഹേവ് ആസ് എ സിംഗിൾ യൂണിറ്റ് അല്ലെ. SO4 സൾഫേറ്റ് അയണിനെ എടുത്ത SO4 ഒരു 2- ആയിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടിരിക്കും. അമോണിയം എടുത്ത NH4+ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടിരിക്കും. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റാഡിക്കൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ റാഡിക്കലിൽ ആരായിരിക്കും അസിഡിക്, ആരായിരിക്കും ബേസിക്, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരും അല്ലെ. ആരാണ് അസിഡിക്? ഒരു പോസിറ്റീവ് ചാർജ് തലയിലുള്ള ആൾ എന്ന് പറയുമ്പോൾ ആരാണ്, അവൻ കാറ്റയോൺ ആണ്. അങ്ങനെയാണെങ്കിൽ അവൻ എന്തായിരിക്കും എന്നറിയോ, അവൻ ഒരു ബേസിക് റാഡിക്കൽ ആയിരിക്കും. അവന്റെ തലയിൽ ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അവൻ എന്തായിരിക്കും, ബേസിക് ആയിരിക്കും. അപ്പൊ നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ അവൻ അസിഡിക് ആയിരിക്കും. അപ്പൊ ഇത് നമ്മൾ മറന്നുപോയില്ലേ, ഇതെങ്ങനെ നമ്മൾ ഓർത്തിരിക്കും? ഇത് ഓർത്തിരിക്കാൻ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ മിസ്? ഉണ്ട്. അതായത് നെഗറ്റീവ് ചാർജ് തലയിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അവൻ എന്താ, അവനൊരു ആനയോൺ ആണ് അല്ലെ. ആനയോൺ. അപ്പൊ ആനയോണും കാറ്റയോണും ഓർത്തിരിക്കാനും ഞാൻ പറഞ്ഞിരുന്നു. കാറ്റ് എന്ന് പറയുമ്പോൾ ഒരു പൂച്ചക്കുട്ടീനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് അല്ലെ. നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ടും പോസിറ്റീവ് ആയിട്ടും എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ തോന്നും. അപ്പൊ കാറ്റയോൺസ് ആർ പോസിറ്റീവ്. പക്ഷെ നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു വലിയൊരു ഭീകരനാണ് ഒറ്റയ്ക്കല്ലേ, ഒരു ഒറ്റയാനൊക്കെ വന്നാൽ നമുക്ക് പേടിയാവും, നമ്മൾ പേടിച്ചിട്ട് ഓടും അല്ലെ. അപ്പം അങ്ങനെ ഓർത്താൽ മതി. കാറ്റ് ഇസ് പോസിറ്റീവ്, ആനയോൺ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള നെഗറ്റീവ് റാഡിക്കൽസിന് എന്താണ്, അസിഡിക് റാഡിക്കൽ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓർത്ത് വെക്കാം അല്ലെ, ആനയോൺ അസിഡിക്, ഒരു A വെച്ച് ഓർക്കാം. ആനയോൺ ഇസ് അസിഡിക്. അപ്പൊ എന്തായിരിക്കും കാറ്റയോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ക്യാരിയിങ് ആയിട്ടുള്ള റാഡിക്കൽസ് എങ്ങനെയായിരിക്കും, ബേസിക് ആയിരിക്കും. സെറ്റ് ആണല്ലോ, സെറ്റ് ആണ്. ഇനി നമുക്ക് സോൾട്ട് അനാലിസിസിലേക്ക് വരാം. ഓക്കെ, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. എന്ത് ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റണം അല്ലെ. അപ്പൊ നമുക്ക് ത്രൂ ഔട്ട് അങ്ങനെ പഠിച്ചു പോവാം കേട്ടോ. അപ്പൊ സോൾട്ട് അനാലിസിസിലേക്ക് വരുമ്പോൾ നമ്മൾ കാറ്റയോൺസിനെ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ കാറ്റയോൺസാ വരുന്നത്, അമോണിയം വരുന്നുണ്ട്, ലെഡ് വരുന്നുണ്ട് അല്ലെ. ഇവരുടെ ഗ്രൂപ്പും കൂടെ നോക്കുക. അമോണിയം ഗ്രൂപ്പ് 0 ആണ്, ദെൻ ലെഡ്, അലുമിനിയം, സിങ്ക്, കാൽസ്യം, ബേരിയം, മെഗ്നീഷ്യം. ഇത്രയും ആൾക്കാർ എന്ത് വരുന്നുണ്ട്, നമ്മുടെ കാറ്റയോൺസിൽ വരുന്നുണ്ട്. ഇനി ആനയോൺസ് എടുത്തു കഴിഞ്ഞാൽ 5 പേര് വരുന്നുണ്ട്. ഏതൊക്കെയാണ്, കാർബണേറ്റ്, അസറ്റേറ്റ്, ക്ലോറൈഡ്, സൾഫേറ്റ് ആൻഡ് നൈട്രേറ്റ് അല്ലെ. ഇത്രയും പേര് എന്തുണ്ട്, ആനയോൺസിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ അടുത്ത് വേണമെങ്കിൽ കെമിക്കൽ ഫോർമുല എഴുതാനായിട്ട് പറയും അല്ലെ. നമുക്ക് കിട്ടിയ സോൾട്ടിന്റെ കെമിക്കൽ ഫോർമുലാസ് എഴുതാനായിട്ട് പറയും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവരുടെയും ഓരോ സോൾട്ട് തന്നാൽ എല്ലാവരുടെയും കെമിക്കൽ ഫോർമുലാസ് എഴുതി കൊടുക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളുടെ അടുത്ത് അമോണിയം കാർബണേറ്റ് ആണ് തന്നെങ്കിൽ നമ്മൾ എങ്ങനെയാ കെമിക്കൽ ഫോർമുല എഴുതാം, നമുക്കറിയാം അമോണിയം ഇസ് NH4+ ആയിട്ടാണ് അമോണിയം ഇരിക്കുന്നത് അല്ലെ. അതിന്റെ ചാർജ് +1 ആണ്. കാർബണേറ്റിന് എങ്ങനെയാണ്, CO3 2- ആയിട്ടാണ് കാർബണേറ്റ് ഇരിക്കുന്നത്. കാർബണേറ്റും സൾഫേറ്റും ഒക്കെ എങ്ങനെയാ 2- ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. കാർബണേറ്റ്, സൾഫേറ്റ് ഒക്കെ 2- ആണ്. അസറ്റേറ്റ്, ക്ലോറൈഡ്, നൈട്രേറ്റ് ഒക്കെ എന്താണ്, -1 ഇരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ കാറ്റയോൺസിൽ നോക്കുകയാണെങ്കിൽ അമോണിയം ഇസ് +1, PB ലെഡ് +2 ആണ്,
ബാക്കിയുള്ളവരൊക്കെ +2 ആണ്. അലൂമിനിയം എങ്ങനെയാ വരുന്നത്? അലൂമിനിയം ഇസ് +3 ആൻഡ് അമോണിയം ഇസ് +1. ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണ്? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഫോർമുല എഴുതാൻ പഠിച്ചിട്ടുണ്ട്. അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ആളെയും നെഗറ്റീവ് ആയിട്ടുള്ള ആളെയും കൂടി എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഇവരുടെ വാലൻസി അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് നമ്മൾ ക്രിസ് ക്രോസ് ചെയ്യണം അല്ലെ? ക്രിസ് ക്രോസ്. അപ്പൊ എന്ത് പറ്റും? ഇവിടെ ഉള്ള -2 ആർക്ക് കിട്ടും? നമ്മുടെ NH4 കിട്ടും. അപ്പൊ നമ്മുടെ ഫോർമുല എങ്ങനെയാവും? NH4 twice CO3 എന്ന് കിട്ടും. കണ്ടോ? അങ്ങനെ നമുക്ക് ഓരോ ആൾക്കാരുടെ എന്ത് ചെയ്യാൻ പറ്റും? കെമിക്കൽ ഫോർമുലാസ് എഴുതി കൊടുക്കാൻ പറ്റും ഈസി ആയിട്ട്. അപ്പൊ അമോണിയം അസറ്റേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം അസറ്റേറ്റ് എഴുതുക, അതിനുശേഷം എന്ത് ചെയ്യുക? നമ്മുടെ അമോണിയത്തിന് എഴുതി കൊടുക്കുക. അപ്പൊ CH3CO NH4 എന്ന് കിട്ടി. അമോണിയം ക്ലോറൈഡ് ആണെങ്കിൽ NH4Cl. അമോണിയം സൾഫേറ്റ് ആണെങ്കിൽ NH4 twice SO4. കാർബണേറ്റും സൾഫേറ്റും രണ്ടാണ് വരുന്നത്. ദെൻ എന്താ? ലെഡ് അസറ്റേറ്റ് ആണെങ്കിൽ CH3CO twice PB. ദെൻ ലെഡ് നൈട്രേറ്റ് ആണെങ്കിൽ PbNO3 ട്വൈസ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? കെമിക്കൽ ഫോർമുലാസ് ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതി കൊടുത്തൂടെ? ആരുടെ കെമിക്കൽ ഫോർമുല നിങ്ങളുടെ അടുത്ത് വൈവയ്ക്ക് ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഈസി ആയിട്ട് പറയാനായിട്ട് പറ്റും, ഒരു കൺഫ്യൂഷനും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആനയോൺസിനെ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റും അതേപോലെ ഇവൻ തന്നെയാണെന്ന് കൺഫേമും ചെയ്യണം. അപ്പൊ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റും കൺഫർമേറ്ററി ടെസ്റ്റും നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പൊ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റിലേക്ക് വരുമ്പോ നോക്ക്, കാർബണേറ്റ് ആണ് നമ്മുടെ ആനയോൺ. കാർബണേറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡൈല്യൂട്ട് HCl ഒഴിച്ചു കൊടുക്കണം അല്ലെ? അപ്പൊ റിയേജൻസിന് പിന്നെയും ഓർക്കുക, കാർബണേറ്റ്, ഡൈല്യൂട്ട് HCl. അപ്പൊ എന്ത് പറ്റും? ബ്രിസ്ക് എഫർവെസൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വരും അല്ലെ? അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണോ ഉണ്ടായെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യും? ലൈം വാട്ടർ ടെസ്റ്റ് ചെയ്യും അല്ലെ? ലൈം വാട്ടർ ടെസ്റ്റ് ചെയ്യും. അതായത് ഉണ്ടായ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ എന്തിലൂടെ പാസ് ചെയ്ത് കൊടുക്കും? ലൈം വാട്ടറിലൂടെ പാസ് ചെയ്ത് കൊടുക്കും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കും, എന്താണ് ലൈം വാട്ടർ? ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? CaOH ട്വൈസിന്റെ സൊല്യൂഷൻ ആണ്. എന്താണ് CaOH ട്വൈസ് എന്ന് പറയുന്നത്? കാൽസ്യം ഹൈഡ്രോക്സൈഡിന്റെ സൊല്യൂഷൻ ആണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡിനെ വെള്ളത്തിൽ കലക്കിയതാണ് ലൈം വാട്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ലേക്കഡ് ലൈം എന്ന് പറയും അല്ലെ? CaOH ട്വൈസിനെ നമ്മൾ വിളിക്കുന്ന വേറെ പേരെന്താ? സ്ലേക്കഡ് ലൈം. സ്ലേക്കഡ് ലൈമിന്റെ സൊല്യൂഷൻ ആണ്. അതിലൂടെ ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആദ്യം ഈ സൊല്യൂഷൻ ഭയങ്കര ക്ലിയർ ആയിട്ട് കളർലെസ് ആയിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത് കഴിയുമ്പോൾ അത് എന്ത് പറ്റും? അത് മിൽക്കി കളറാവും. ഓക്കെ, അപ്പൊ അങ്ങനെ മിൽക്കി കളർ വന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഉണ്ടായ ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. അപ്പൊ ലൈം വാട്ടർ എന്താണെന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്, ഓർത്ത് വെക്കുക. ഇനി അസറ്റേറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡൈല്യൂട്ട് H2SO4 ആഡ് ചെയ്ത് കൊടുക്കും, സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ അസറ്റേറ്റ് ആണെങ്കിൽ ഒരു വിനീഗർ സ്മെല്ല് വരും. അപ്പൊ ഈ ഒരു വിനീഗർ സ്മെല്ല് വരുന്നത് എന്തുകൊണ്ടാണ്? അസറ്റിക് ആസിഡ് ഉണ്ടാവുന്നത് കൊണ്ടാണ്, ഓർത്ത് വെക്കുക. ക്ലോറൈഡ് ആണെങ്കിൽ നമ്മൾ എന്താ ഒഴിച്ചു കൊടുക്കുന്നത്? കോൺസെൻട്രേറ്റഡ് H2SO4 ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. സോ ദാറ്റ് എന്ത് പറ്റും? ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ആർ ഫോം. ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ഫോം ചെയ്യും. ആ ഡെൻസ് വൈറ്റ് ഫ്യൂംസ് എന്ന് പറയുന്നത് അമോണിയം ക്ലോറൈഡിന്റെ ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ആണ്. ഇനി നൈട്രേറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പേപ്പർ ബോൾ ടെസ്റ്റ് ചെയ്യും. പേപ്പർ ബോളും അതേപോലെ H2SO4 ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ റെഡിഷ് ബ്രൗൺ വേപ്പേഴ്സ് ഉണ്ടാവും. ഈ ഉണ്ടാവുന്ന റെഡിഷ് ബ്രൗൺ വേപ്പേഴ്സ് എന്താണ് എന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കും അല്ലെ? എന്താണ്? നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ റെഡിഷ് ബ്രൗൺ വേപ്പേഴ്സ് ഉണ്ടായി, നൈട്രേറ്റ് കിട്ടി. പക്ഷെ വൈവയ്ക്ക് ആ റെഡിഷ് ബ്രൗൺ വേപ്പർ എന്താണെന്ന് ചോദിക്കും. ഇറ്റ് ഇസ് NO2 ഗ്യാസ് ആണ്, നൈട്രജൻ ഡയോക്സൈഡ് ഗ്യാസ് ആണ് എന്ത് ഉണ്ടാവുന്ന ആൾന്ന് പറയുന്നത്. ഇനി സൾഫേറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബേരിയം ക്ലോറൈഡിന് ആഡ് ചെയ്ത് കൊടുക്കും. സൾഫേറ്റ്, ബേരിയം ക്ലോറൈഡ്. അപ്പൊ നമുക്കൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഡൈല്യൂട്ട് HCl ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ആ കിട്ടിയ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആരാണ് എന്ന് നമ്മളുടെ അടുത്ത് ചോദിക്കും. ദാറ്റ് ഇസ് BaSO4 ആണ്. കിട്ടിയ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഇസ് BaSO4. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യും? ഐഡന്റിഫൈ ചെയ്തു. ഇനി കൺഫേം ചെയ്യണം അല്ലെ? കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്തു കൊടുക്കണം. അപ്പൊ കാർബണേറ്റിന്റെ കൺഫർമേറ്ററി ടെസ്റ്റിൽ നമ്മൾ എന്താ ചെയ്യുക? ബേരിയം ക്ലോറൈഡും ഡൈല്യൂട്ട് HCl കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ബേരിയം ക്ലോറൈഡും ഡൈല്യൂട്ട് HCl. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടി വിച്ച് ഇസ് സോല്യൂബിൾ ഇൻ ഡൈല്യൂട്ട് HCl. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്താണ്? BaCO3 ആണ്. BaCO3 ആണ്. ബേരിയം കാർബണേറ്റിന്റെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടിയത്. അസറ്റേറ്റ് ആണെങ്കിൽ ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുന്നു. നമുക്കൊരു റെഡിഷ് ബ്രൗൺ കളറേഷൻ ഫോം ചെയ്യണു. ആ റെഡിഷ് ബ്രൗൺ കളറേഷൻ ആര് കാരണമാണ്? ഫെറിക് അസറ്റേറ്റ് കാരണമാണ് റെഡിഷ് ബ്രൗൺ കളറേഷൻ ഫോം ചെയ്യുന്നത്. ഇനി ക്ലോറൈഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡൈല്യൂട്ട് HNO3യും AgNO3 ആണ്
ചേർത്ത് കൊടുക്കുന്നത്. ഡൈല്യൂട്ട് HNO3 AgNO3 ആണ് ചേർത്ത് കൊടുക്കുന്നത്. സോ ദാറ്റ് നമുക്ക് എന്ത് വരും, AgClന്റെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. സി ഈ കിട്ടുന്ന വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ കിട്ടുന്ന ആളുടെ നെയിം, അതായത് എന്ത് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഒബ്സർവേഷൻ കിട്ടുന്നത് എന്നായിരിക്കും നിങ്ങളുടെ അടുത്ത് വൈവ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന സോൾട്ടിനെ പറ്റിയിട്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് ഏത് ആനോൺ ആണ് അതിൽ നിന്ന് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഡയറക്റ്റ് വൈവ ചോദിക്കാം. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കാം. മിസ്സിന്റെ അടുത്തൊക്കെ അങ്ങനെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് കിട്ടിയ സോൾട്ടിനെ കുറിച്ചും ഞാൻ ചെയ്ത ടൈട്രേഷനെ കുറിച്ചുമുള്ള വൈവ തന്നെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അത് ചോദിക്കുന്ന ടീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവർക്ക് എങ്ങനെ വേണേലും ചോദിക്കാം. എന്ത് ചോദിച്ചാലും നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് ആൻസർ പറയും. അതുകൊണ്ട് അതിന്റെ ഒരു ടെൻഷനും വേണ്ട. ഇനി നൈട്രേറ്റ് ആണ് വരുന്നതെങ്കിൽ വളരെ ഫേവററ്റ് ആയിട്ടുള്ള ആരെ നമ്മൾ ചെയ്യും, ബ്രൗൺ റിംഗ് ടെസ്റ്റ് ചെയ്യും. എല്ലാ തവണ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് ഈ ഒരു ബ്രൗൺ റിംഗ്. ബ്രൗൺ റിംഗ് എന്താണ്, അതിന്റെ ഫോർമുല പറയാ അല്ലെങ്കിൽ അതിന്റെ IUPAC നെയിം പറയാം. വളരെ ഫേമസ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, എപ്പോഴും ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ ബ്രൗൺ റിംഗ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള FeSO4 കോൺസെൻട്രേറ്റഡ് H2SO4 ആണ് എടുക്കുന്നത് കേട്ടോ. ഫ്രഷ്ലി പ്രിപ്പയർഡ് എന്ന് തന്നെ പറയണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രൗൺ റിംഗ് ഒന്നും കിട്ടില്ല. അപ്പൊ നൈട്രേറ്റിന് നമ്മൾ ബ്രൗൺ റിംഗ് ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് ഈ ബ്രൗൺ റിംഗിൽ എന്താ, ബ്രൗൺ റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് FeNO H2O5 ടൈംസ് SO4 ആണ്. ദാറ്റ് ഇസ് ഇതിന്റെ പേരെന്താ, ഇതിന്റെ IUPAC നെയിം എന്താണ്, പെന്റാ അക്വാ നൈട്രോസീലിയം അയൺ 1 സൾഫേറ്റ് എന്നാണ് ഇതിന്റെ IUPAC നെയിം. ഈ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നതാണ്, ഈ ഒരു കോംപ്ലക്സ് ആണ് നമ്മളുടെ ബ്രൗൺ റിംഗ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കണം, ചോദിക്കും, ഷുവർ ആയിട്ടും ചോദിക്കും. ഇനി സൾഫേറ്റിനാണെങ്കിൽ നമ്മൾ ആരെയാ യൂസ് ചെയ്യുക, അസറ്റിക് ആസിഡിനെയും ലെഡ് അസറ്റേറ്റിനെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അസറ്റിക് ആസിഡിനെയും ലെഡ് അസറ്റേറ്റിനെയാണ് നമ്മൾ റിയേജൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും, വിച്ച് ഇസ് soluble in ammonium acetate. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആരാണ്, PbSO4 ആണ്, ലെഡ് സൾഫേറ്റ് ആണ് ആ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഓക്കെ ആണ്. ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്തായാലും ഓർത്ത് വെക്കണം. എന്താണ് ബ്രൗൺ റിംഗ്, ആ ഒരു കോമ്പൗണ്ട്, ആ ഒരു കോംപ്ലക്സിന്റെ പേരും അതിന്റെ ഫോർമുലയും ഓർത്ത് വെക്കണം. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇനി കാറ്റയോൺസിന്റെ ഐഡന്റിഫിക്കേഷനിലേക്ക് വന്നു. നമ്മൾ എന്ത് ചെയ്യണം, അടുത്തത് അമോണിയം എടുക്കുകയാണ്. അമോണിയത്തിനെ നമ്മൾ ഏത് റിയേജൻസാ യൂസ് ചെയ്യുക, NaOH വെച്ച് ഹീറ്റ് ചെയ്യും. ഓക്കെ, NaOH ആഡ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അമോണിയയുടെ സ്മെല്ല് കിട്ടും. അമോണിയക്ക് എന്ത് സ്മെല്ലാന്ന് പറയുക, ഒരു പഞ്ചൻ സ്മെല്ല, ഒരു കുത്തുന്ന സ്മെല്ല. അപ്പൊ ഈ അമോണിയയുടെ സ്മെല്ല് കിട്ടിയാൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ അമോണിയം ഡിറ്റക്ട് ചെയ്തു, ഐഡന്റിഫൈ ചെയ്തു. ഇനി ലെഡ് ആണെങ്കിൽ പൊട്ടാസ്യം അയഡൈഡ് സൊല്യൂഷൻ ഒഴിച്ചു, നമുക്ക് എന്ത് കിട്ടും, ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ആ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് എന്താണെന്ന് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇറ്റ് ഇസ് ഡ്യൂ ടു PbI2 ആണ് ആ ഒരു യെല്ലോ ആ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. PbI2ന്റെ ആണ് ആ യെല്ലോ പ്രസിപ്പിറ്റേറ്റ്. ഇനി അലുമിനിയം ആണെങ്കിൽ NaOH ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്ക് അലുമിനിയം ഹൈഡ്രോക്സൈഡിന്റെ ഒരു വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് കിട്ടി. സിങ്ക് ആണെങ്കിലും നമ്മൾ NaOH ആഡ് ചെയ്ത് കൊടുത്തു, നമുക്ക് എന്ത് കിട്ടി, സിങ്ക് ഹൈഡ്രോക്സൈഡിന്റെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടി. ഓർത്തിരിക്കുക. ഇനി കാൽസ്യം ആണെങ്കിൽ അല്ലെങ്കിൽ ബേരിയം ആണെങ്കിൽ, കാൽസ്യത്തിനും ബേരിയത്തിനും രണ്ടുപേർക്കും നമ്മൾ ആരെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ഡൈല്യൂട്ട് അസറ്റിക് ആസിഡും പൊട്ടാസ്യം ക്രോമേറ്റ് സൊല്യൂഷനും ആണ് രണ്ടുപേർക്കും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. രണ്ടുപേർക്കും യെല്ലോ കളറിലുള്ള പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നത്. കാൽസ്യം ആണെങ്കിൽ കാൽസ്യം ക്രോമേറ്റും, ബേരിയം ആണെങ്കിൽ എന്താണ്, ബേരിയം ക്രോമേറ്റും ആണ് ഉണ്ടാവുന്നത്. ആ യെല്ലോ കളർ എന്തുകൊണ്ടാണ്, യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആര് കാരണമാണ് എന്ന് എന്ത് ചെയ്യാ, നിങ്ങളുടെ അടുത്ത് ചോദിക്കും. ഇതിന്റെ പുറകിൽ എന്താ നടക്കുന്നത്, ശരിക്കും നമ്മൾ എന്ത് ചെയ്തു, ആ യെല്ലോ കളർ ഇട്ട് കാൽസ്യം ഇട്ടിട്ട് അങ്ങനെയല്ല എഴുതുക. പക്ഷെ അത് ശരിക്കും എന്താണ് എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത് വൈവയിൽ ചോദിക്കുക. അവിടെ ഉണ്ടായ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്തായിരുന്നു എന്നുള്ള ക്വസ്റ്റൻ ആയിരിക്കും ചോദിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കോൺഫിഡന്റ് ആയിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കും. ഇനി മഗ്നീഷ്യം ആണെങ്കിൽ അവന്റെ റിയേജന്റിന്റെ പേര് ചോദിക്കും. മാഗ്നീഷ്യൻ റിയേജന്റ് ആണ്. അപ്പൊ ഈ ഒരു റിയേജന്റ് കൊടുക്കാൻ നേരത്തെ എന്ത് പറ്റും, നമുക്കൊരു ലേക്ക് ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഓർത്തിരിക്കുക, കളർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. അപ്പൊ ലേക്ക് ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യണം. ഐഡന്റിഫൈ ചെയ്തു, ഇനി കൺഫേം ചെയ്യണം. അപ്പൊ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യാനായിട്ട് അമോണിയത്തിന്റെ നെസ്ലേഴ്സ് റിയേജന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പേരുള്ള റിയേജന്റുകളൊക്കെ തന്നെ എന്ത് ചെയ്യാണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. അപ്പൊ നെസ്ലേഴ്സ് റിയേജന്റ് എന്താണെന്ന് ചോദിച്ചാൽ ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം മെർക്കുറി അയഡൈഡ്. പൊട്ടാസ്യം മെർക്കുറി അയഡൈഡ് K2HgI4 എന്ന് പറയുന്ന ആളാണ് നെസ്ലേഴ്സ് റിയേജന്റ് എന്ന് പറയുന്നത്. അപ്പം
നെസ്ലേഴ്സ് റിയേജന്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, നമ്മൾ പറയും അമോണിയം കൺഫേം ആയി. അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ലെഡ് ആണെങ്കിൽ നമ്മൾ ആരൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക? അസറ്റിക് ആസിഡും K2CrO4 കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്ക് PbCrO4ന്റെ ഒരു ഗോൾഡൻ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടി. കണ്ടോ? നമ്മൾക്ക് കിട്ടുന്ന ഗോൾഡൻ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആരാണ് എന്നാണ് ചോദിക്കുക, ഓർത്തിരിക്കണം. അലൂമിനിയം ആണെങ്കിലും സിങ്ക് ആണെങ്കിലും നമ്മൾ ആഷ് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. നമ്മൾ ആരെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്? നൈട്രിക് ആസിഡും കൊബാൾട്ട് നൈട്രേറ്റും ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അലൂമിനിയം ആണെങ്കിൽ നമുക്കൊരു ബ്ലൂ ആഷ് കിട്ടും, സിങ്ക് ആണെങ്കിൽ നമുക്കൊരു ഗ്രീൻ ആഷ് കിട്ടും. അപ്പൊ ഈ ബ്ലൂ ആഷ് ആര് കാരണമാണ്? Al2O3. കൊബാൾട്ട് ഓക്സൈഡ് കാരണമാണ്. അപ്പൊ Al2O3.COO എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ബ്ലൂ ആഷ് കിട്ടുന്നത്. ഗ്രീൻ ആഷ് കിട്ടുന്നത് എന്താണ്? ZnO.COO ഫോം ചെയ്യുന്നത് കൊണ്ടാണ് ഗ്രീൻ ആഷ് കിട്ടുന്നത് എന്ന് എന്ത് ചെയ്യുക? ഓർത്ത് ഇരിക്കുക. ഇനി നമുക്ക് കൺഫർമേറ്ററി ടെസ്റ്റിലേക്ക് വരുമ്പോൾ കാൽസ്യം, ബേരിയം, മഗ്നീഷ്യം കൂടി പറയാനുണ്ട് അല്ലെ. അപ്പൊ കാൽസ്യത്തിനും ബേരിയത്തിനും നമ്മൾ എന്ത് ചെയ്യും? ഫ്ലെയിം ടെസ്റ്റ് ചെയ്യും. ഓക്കെ, കാൽസ്യത്തിനും ബേരിയത്തിനും നമ്മൾ ഫ്ലെയിം ടെസ്റ്റ് ചെയ്യും. അപ്പൊ ഫ്ലെയിം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? സോൾട്ട് ഇസ് മെയ്ഡ്, കോൺസെൻട്രേറ്റഡ് HCl വെച്ചൊരു പേസ്റ്റ് ആക്കും, എന്നിട്ട് നമ്മൾ ഫ്ലെയിമിൽ കാണിക്കും. അപ്പൊ ഒരു ബ്രിക്ക് റെഡ് കളർ ആണ് കാണിക്കുന്നതെങ്കിൽ ഇറ്റ് ഇസ് കാൽസ്യം. ഒരു ഗ്രാസി ഗ്രീൻ കളർ ആണ് കാണിക്കുന്നത്, ഇറ്റ് ഇസ് ബേരിയം. ഓക്കെ, ഗ്രാസി ഗ്രീൻ കളർ ആണ് കാണിക്കുന്നതെങ്കിൽ ഇറ്റ് ഇസ് ബേരിയം ആണ് വരുന്നത്. ഇനി Mg ആണെങ്കിൽ നമ്മൾ ആഷ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നൈട്രിക് ആസിഡും കൊബാൾട്ട് നൈട്രേറ്റും ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഒരു പിങ്ക് ടിന്റഡ് ആഷ് ആണ് കാണിക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടായ കോംപ്ലക്സ് എന്താണ്? MgO കൊബാൾട്ട് ഓക്സൈഡ് ആണ് ഉണ്ടായിരിക്കുന്ന കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ 3 ആഷ് ടെസ്റ്റ് കണ്ടു. അലുമിനിയത്തിനും സിങ്കിനും മഗ്നീഷ്യത്തിനും ആഷ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഉണ്ടാവുന്ന കളേഴ്സ് ഓർത്തിരിക്കണം. അലൂമിനിയം ബ്ലൂ ആണ്, സിങ്ക് ഗ്രീൻ ആണ്, മഗ്നീഷ്യം ഇസ് പിങ്ക് ആണ്. ഉണ്ടാവുന്ന കോംപ്ലക്സുകളും എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ സോൾട്ട് അനാലിസിസിൽ മെയിൻലി വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അല്ലെ. സോൾട്ട് ഓൾറെഡി നിങ്ങൾ ഇതൊക്കെ പഠിച്ചതാ. ഒന്നും കൂടി മിസ് ഒന്ന് ഫ്രഷ് അപ്പ് ചെയ്താ. ബിക്കോസ് ഇപ്പൊ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് കഴിഞ്ഞാൽ എന്താണ്, അത് ശരിയാവില്ല അല്ലെ. നമുക്ക് മൊത്തം ഒന്ന് സമ്മറൈസ് ചെയ്താലാണ് നമുക്ക് എവിടെ നിന്ന് ചോദിച്ചാലും, ഇപ്പൊ ഞാൻ ചുമ്മാ ഇപ്പൊ പറയാണ് ഫ്ലെയിം ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്, അങ്ങനത്തെ ക്വസ്റ്റൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ കയറില്ല. അപ്പൊ നമ്മളിങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ ഇങ്ങനെ അടക്കി ഒതുക്കി എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ സോൾട്ട് അനാലിസിസിന് ഇങ്ങനത്തെ ക്വസ്റ്റൻസ് തന്നെ ചോദിക്കാനുള്ളൂ. നമ്മൾ മൊത്തം കാര്യങ്ങൾ കവർ ചെയ്തു. ഇനി നമുക്ക് ടൈട്രേഷനിലേക്ക് വരുമ്പോൾ, വോള്യൂമെട്രിക് അനാലിസിസിലേക്ക് വരുമ്പോൾ, ടൈട്രേഷൻ എന്ന് വരുമ്പോൾ ഒരുപാട് ക്വസ്റ്റൻസ് ചോദിക്കാം. അതായത് ആദ്യം തന്നെ തിയറി പോലെ എന്താണ് ടൈട്രേഷൻ എന്ന് ചോദിക്കാം അല്ലെ. അപ്പൊ എന്താണ് ടൈട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, titration is a process of determining the exact volume of a solution required to react completely with a non-volume of another solution. അതാണ് ടൈട്രേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഡെഫിനേഷൻ നമ്മൾ അങ്ങ് പറഞ്ഞു കൊടുക്കാം. നമുക്ക് വേണ്ട ഒരു സൊല്യൂഷന്റെ വോളിയം കണ്ടുപിടിക്കണം അല്ലെ. എങ്ങനെ ഒരു നോൺ സൊല്യൂഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കും. അതാണ് ടൈട്രേഷൻ എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് ഡിറ്റർമിനിംഗ് ദി എക്സാക്ട് വോളിയം ഓഫ് എ സൊല്യൂഷൻ റിക്വയർഡ് ടു റിയാക്ട് കംപ്ലീറ്റ്ലി വിത്ത് എ നോൺ വോളിയം ഓഫ് അനദർ സൊല്യൂഷൻ. അതാണ് നമ്മുടെ ടൈട്രേഷൻ എന്ന് പറയുന്നത്. ഇനി എൻഡ് പോയിന്റ് എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ എൻഡ് പോയിന്റ് എന്ന് ചോദിക്കും. അതായത് it is the point in titration which indicates the completion of a reaction. അപ്പൊ കംപ്ലീഷൻ കാണിക്കുന്നത് എങ്ങനെയാണ്? കളർ ചേഞ്ച് ആണ് നടക്കുന്നത്. ഇൻഡിക്കേറ്റർ കളർ മാറുകയാണ്. അത് കളർ മാറിയിട്ടാണ് എൻഡ് പോയിന്റ് ആണെന്ന് കാണിക്കുന്നത്. ഇനി ഇൻഡിക്കേറ്റേഴ്സ് എന്താണ് എന്ന് ചോദിക്കും അല്ലെ. ഇൻഡിക്കേറ്റേഴ്സ് സബ്സ്റ്റൻസ് എന്താണ് ചെയ്യുന്നത്? അത് ഇൻഡിക്കേറ്റ് ചെയ്യും ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ആയോ ഇല്ലേ എന്ന് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്തു തരുന്ന ആളുകളെയാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ? സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺസെൻട്രേഷൻ അറിയുന്ന ഒരു സൊല്യൂഷൻ. സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. അപ്പൊ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചു. ടൈട്രേഷൻ എന്താണ്, എൻഡ് പോയിന്റ് എന്താണ്, ഇൻഡിക്കേറ്റേഴ്സ് എന്താണ് ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ഓക്കെ, ഇനി നമുക്കറിയാം ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞപ്പോ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഈ മീഥൈൽ ഓറഞ്ചും ഫിനോഫ്തലീനും എന്ത് ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്? സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് ആണ് അല്ലെ. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഇൻഡിക്കേറ്റേഴ്സ് ആണ്, സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പൊ മീഥൈൽ ഓറഞ്ചിന്റെ ഒറിജിനൽ കളർ ഓറഞ്ച് ആണ്. അത് ആസിഡില് ഒരു ഓറഞ്ച് റെഡ് കളർ കാണിക്കും. ബേസിന്റെ കൂടെ അത് എന്ത് കളറാ കാണിക്കുക? ഒരു ഗോൾഡൻ യെല്ലോ കളർ കാണിക്കും. ഇത് ചോദിക്കാം കേട്ടോ. അതായത് മീഥൈൽ ഓറഞ്ച് ആസിഡുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അത് എന്ത് കളറാ കാണിക്കുന്നത്? ഓറഞ്ച് റെഡ് കളറാണ്. ബേസിന്റെ കൂടെ അത് എന്ത് കളറാ കാണിക്കുന്നത്? ഗോൾഡൻ യെല്ലോ കളർ കാണിക്കും. ഫിനോഫ്തലീൻ എന്ന് പറയുന്ന കളർലെസ് ആയിട്ടിരിക്കുന്ന ആളാണ്. ആസിഡ്സിന്റെ കൂടെ അത് കളർലെസ് ആയിട്ട് തന്നെ വെള്ളം പോലെ ഇരിക്കും. ഇനി ബേസിന്റെ കൂടെ വരുമ്പോൾ അത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളർ കാണിക്കും. ഓക്കെ,
സെറ്റ് ആണ്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഇതാണ്. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യുക. അതായത് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത് ആരെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്? ആസിഡിന്റെ സ്ട്രെങ്ത് അനുസരിച്ച്. അതായത് ഒരു സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും തമ്മിലാണ് നമ്മൾ ടൈട്രേറ്റ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? ഫിനോഫ്തലിനും യൂസ് ചെയ്യാം, മീഥൈൽ ഓറഞ്ചും യൂസ് ചെയ്യാം, രണ്ടുപേരെയും യൂസ് ചെയ്യാം. അപ്പൊ നോക്കിക്കേ, എൻഡ് പോയിന്റിലെ കളർ ചേഞ്ച് എങ്ങനെയായിരിക്കും? പിങ്കിൽ നിന്ന് കളർലെസ് ആവും. ഫിനോഫ്തലിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ പിങ്കിൽ നിന്ന് കളർലെസ് ആവുകയാണ് ചെയ്യുക. മീഥൈൽ ഓറഞ്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് കളർ ചേഞ്ച് വരിക? ഗോൾഡൻ യെല്ലോയിൽ നിന്ന് ഓറഞ്ച് റെഡ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ് എൻഡ് പോയിന്റിന്റെ കളർ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ മീഥൈൽ ഓറഞ്ച് രണ്ടുപേരെയും യൂസ് ചെയ്യാൻ പറ്റും. മീഥൈൽ ഓറഞ്ച് ആണെങ്കിൽ ഗോൾഡൻ യെല്ലോയിൽ നിന്ന് ഓറഞ്ച് റെഡിലേക്കാണ് നമ്മുടെ എൻഡ് പോയിന്റിൽ കളർ ചേഞ്ച് വരുന്നത്. ഫിനോഫ്തലിൻ ആണെങ്കിൽ പിങ്കിൽ നിന്ന് എന്താകും? കളർലെസ് ആയിട്ട് മാറും. അപ്പൊ ആരൊക്കെയാണ് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് കോമ്പിനേഷൻസ്? HCl-ഉം NaOH. NaOH-ന് പകരം KOH എടുക്കാം. ഇനി H2SO4-ഉം NaOH-ഉം, HNO3-ഉം NaOH-ഉം. ഇതിന് പകരം ആരും കൂടി വരാം? KOH-ഉം കൂടി വരാം. സെറ്റ് ആണല്ലോ? സെറ്റ് ആണ്. ഇനി എന്ത് ചെയ്യാം? ഒരു സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് മീഥൈൽ ഓറഞ്ചാ. അവിടെ നമ്മൾ ഫിനോഫ്തലിനെ എടുക്കില്ല. അത് എപ്പോഴും ചോദിക്കും. ഒരു സ്ട്രോങ് ആസിഡും വീക്ക് ബേസും വരികയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ഇസ് മീഥൈൽ ഓറഞ്ച്. ഓർത്തിരിക്കാൻ ഈ SO-Me എന്നുള്ള കോഡ് ഓർത്താൽ മതി. SO-Me, സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് മീഥൈൽ ഓറഞ്ച്. സെറ്റ് ആണല്ലോ? അപ്പൊ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കിട്ടി. രണ്ട് ആൾക്കാരും സ്ട്രോങ് ആണെങ്കിൽ മീഥൈൽ ഓറഞ്ചിനും ഫിനോഫ്തലീനും യൂസ് ചെയ്യാം. ഇനി സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് SO-Me ആണെങ്കിൽ എന്താണ്? മീഥൈൽ ഓറഞ്ച് ആണ്. മീഥൈൽ ഓറഞ്ച് ആണെങ്കിൽ എൻഡ് പോയിന്റിലെ കളർ എങ്ങനെയായിരിക്കും? ഗോൾഡൻ യെല്ലോയിൽ നിന്ന് ഓറഞ്ച് റെഡ് ആയിട്ട് മാറും. അപ്പൊ ഒരു സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് കോമ്പിനേഷൻസ് നോക്കുകയാണെങ്കിൽ HCl ഇസ് എ സ്ട്രോങ് ആസിഡ്, Na2CO3 വീക്ക് ബേസ് ആണ്, H2SO4, HNO3 വീക്ക് ബേസസ് നോക്കിക്കുക. Na2CO3, അതേപോലെ K2CO3, അതേപോലെ അമോണിയം ഹൈഡ്രോക്സൈഡ്, ഇവരൊക്കെ വീക്ക് ബേസസ് ആണ്. അപ്പൊ ഇവരുടെ ഒക്കെ ഇക്വേഷൻസ് തന്നിട്ട് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കും HCl-ഉം NH4OH-ഉം കൂടി ടൈട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഇൻഡിക്കേറ്ററിനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. അപ്പൊ നോക്കുക, സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ആണെങ്കിൽ മീഥൈൽ ഓറഞ്ച്. നേരെ തിരിച്ചാണെങ്കിലോ, വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ആണെങ്കിലോ ഇറ്റ് ഇസ് ഫിനോഫ്തലീൻ ഇൻഡിക്കേറ്റർ ആണ്. അതായത് പിങ്കിൽ നിന്ന് എന്ത് പറ്റും? കളർലെസ് ആയിട്ട് മാറും. അപ്പൊ വീക്ക് ആസിഡ്സ് ഏതൊക്കെയാണ് വരുന്നത്? വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് എന്ന് പറയുമ്പോൾ NaOH-ഉം KOH-ഉം വരും. വീക്ക് ആസിഡ് എന്ന് പറയുമ്പോൾ അസറ്റിക് ആസിഡും H2C2O4 ഒക്കെ വരും. അപ്പൊ ഇങ്ങനെ ഇവര് വരുമ്പോൾ എന്ത് പറ്റും? ഓക്സാലിക് ആസിഡ്, അസറ്റിക് ആസിഡ് ഒക്കെ വരുന്നു. വിത്ത് സ്ട്രോങ് ബേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫിനോഫ്തലീൻ യൂസ് ചെയ്യും. അപ്പൊ ഇൻഡിക്കേറ്റേഴ്സ് എന്ത് ചെയ്യുക? തലയിൽ ഫിക്സ് ചെയ്ത് വെക്കുക. SO-Me എന്ന് ഓർത്താൽ മതി. സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് മീഥൈൽ ഓറഞ്ച്. രണ്ടുപേരും സ്ട്രോങ് ആണെങ്കിൽ മീഥൈൽ ഓറഞ്ചും ഫിനോഫ്തലീനും യൂസ് ചെയ്യാം. ഇനിയിപ്പോ SO-Me-യുടെ ഓപ്പോസിറ്റ് കേസ് ആണെങ്കിൽ ഫിനോഫ്തലീൻ ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ഏത് ചോദിച്ചാലും നമുക്ക് എഴുതി കൊടുക്കാം. നമുക്ക് സ്ട്രോങ് ആസിഡ്സും വീക്ക് ബേസും ഒന്നും കണ്ടുപിടിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇനി എന്താണ് അസിഡിമെട്രി ആൻഡ് ആൽക്കലിമെട്രി തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെ? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അസിഡിമെട്രി ആൻഡ് ആൽക്കലിമെട്രി എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം അസിഡിമെട്രിയിൽ ഒരു സ്റ്റാൻഡേർഡ് ആസിഡ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആൽക്കലിയുടെ മാസ് എസ്റ്റിമേറ്റ് ചെയ്യാണ്. ഒരു സ്റ്റാൻഡേർഡ് ആസിഡ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ആൽക്കലിയുടെ മാസ് എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും അസിഡിമെട്രി എന്ന്. ഇനി ആൽക്കലിമെട്രി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ആൽക്കലി സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ആസിഡിന്റെ മാസ് എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ആൽക്കലിമെട്രി എന്ന് ചോദിക്കും. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാണ്. നിങ്ങളുടെ അടുത്ത് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ആൽക്കലി ആൻഡ് ബേസ്? അല്ലെ, നമ്മൾ ഈ ബേസും ആൽക്കലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി യൂസ് ചെയ്യും. ശരിക്കും അതിന്റെ ഡിഫറൻസ് എന്താണ് എന്ന് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ബേസസിനെയാണ് നമ്മൾ ആൽക്കലീസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഞാനാണ് നിങ്ങളുടെ അടുത്ത് വൈവ ചോദിക്കുന്നതെങ്കിൽ നിങ്ങളിപ്പം എന്താണ് ആൽക്കലിമെട്രി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആൽക്കലി സൊല്യൂഷൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്റെ അടുത്ത ക്വസ്റ്റൻ അതായിരിക്കും, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ആൽക്കലി ആൻഡ് എ ബേസ് എന്ന് ക്വസ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? ബേസസ്, വെള്ളത്തിൽ സോല്യൂബിൾ ആവുന്ന ബേസസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആൽക്കലീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, അസിഡിമെട്രിയിലും ആൽക്കലിമെട്രിയിലും നമ്മുടെ സൊല്യൂഷൻ ബോട്ടിലിൽ, അസിഡിമെട്രിയിലാണെങ്കിൽ സൊല്യൂഷൻ ബോട്ടിലിൽ നമ്മൾ ബേസ് ആണ് എടുക്കുന്നത്, ആൽക്കലിമെട്രിയിൽ ആസിഡ് ആയിരിക്കും തരിക. ബീക്കറിൽ ആസിഡ് ആയിരിക്കും അസിഡിമെട്രിയിൽ, ആൽക്കലിമെട്രിയിൽ ബേസ് ആയിരിക്കും. ഇനി സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ അസിഡിമെട്രിയിൽ ബേസ് ആണ്, ആൽക്കലിമെട്രിയിൽ ആസിഡ് ആണ്. നിങ്ങൾ ടൈട്രേഷൻ ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ഒരു ടേബിൾ വെച്ചതാണ്. ഇനി ബ്യൂററ്റിലും പിപ്പറ്റിലും എപ്പോഴും ആലോചിക്കുക, ബ്യൂററ്റിൽ എപ്പോഴും ആസിഡ് ആയിരിക്കും. നമ്മൾ ഒരിക്കലും ആസിഡ് പിപ്പറ്റ് ഔട്ട് ചെയ്യില്ല. പിപ്പറ്റിൽ എപ്പോഴും ബേസ് ആയിരിക്കും.
ഓക്കെ, അത് ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുക. ചിലപ്പോൾ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിപ്പറ്റ് ഔട്ട് ചെയ്തെടുക്കുന്ന എന്താണെന്നുള്ള പോലത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാം. ചിലപ്പം മോസ്റ്റ്ലി എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ടെൻഷനിൽ ചിലർ പറയും നമ്മൾ ആസിഡിന്റെ പിപ്പറ്റ്. ഒരിക്കലും നമ്മൾ ആസിഡിന്റെ പിപ്പറ്റ് ചെയ്യില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ബേസിനെയാണ് പിപ്പറ്റ് ഔട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി എക്സ്പെരിമെന്റ് എഴുതുന്ന സമയത്ത് പ്രിൻസിപ്പിളിൽ എഴുതി കൊടുക്കുന്ന ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് എന്ത് ചെയ്യണം, നമ്മൾ എഴുതണം. അപ്പൊ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് ഓരോ കെമിക്കൽ ഇക്വേഷൻസും എഴുതുമ്പോൾ ആലോചിക്കുക അവിടെ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതാണ് എന്നും കൂടി ആലോചിക്കുക. അപ്പൊ NaOHും HClഉം കമ്പൈൻ ചെയ്ത് NaClഉം H2O ആവുന്നുണ്ട് അല്ലെ. ഇവിടെ എങ്ങനെയാണ് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ആണ് വരുന്നത്. സോ ദാറ്റ് എന്ത് ചെയ്യാം, ഫിനോഫ്തലീൻ അല്ലെങ്കിൽ മീഥൈൽ ഓറഞ്ച് ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നോക്കിക്കേ, Na2CO3 H2SO4 സ്ട്രോങ് ആസിഡ് ആ വരുന്നത്, വീക്ക് ബേസ് ആണ് വരുന്നത്. സോ മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ഇക്വേഷൻ എഴുതാനായിട്ട് പഠിക്കണം, ചോദിക്കും. ഇനി KOHും H2C2O4 കൂടെ വരാൻ നേരത്ത് നമ്മൾ എന്ത് ഇൻഡിക്കേറ്ററാണ് യൂസ് ചെയ്യുന്നത്, ഫിനോഫ്തലീൻ ഇൻഡിക്കേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തതിൽ എന്താണ്, ഒരു സ്ട്രോങ് ആസിഡും വീക്ക് ബേസും കൂടി വരികയാണ്. സോ മീഥൈൽ ഓറഞ്ച് അല്ലെ, സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ്. സോ ആണ്, ഇറ്റ് ഇസ് മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഇനി ഇതേപോലെ ഇവിടെ ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നോർമാലിറ്റിയുടെ ഇക്വേഷൻ. എന്താണ് നോർമാലിറ്റി? നോർമാലിറ്റിയുടെ ഇക്വേഷൻ എന്താണ്, മാസ് പെർ ലിറ്റർ ബൈ ഇക്വാലന്റ് വെയിറ്റ്. അപ്പൊ നിങ്ങളുടെ അടുത്ത് അടുത്തത് ചോദിക്കും ഇക്വാലന്റ് വെയിറ്റിന്റെ ഇക്വേഷൻ. ഇറ്റ് ഇസ് ഈക്വൽ ടു മോളിക്കുലർ മാസ് ബൈ വാലൻസി. മോളിക്കുലർ മാസ് ബൈ വാലൻസി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇക്വാലന്റ് വെയിറ്റ് കിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന എല്ലാവരുടെയും ഇക്വാലന്റ് വെയിറ്റ് പഠിച്ചു വെക്കണം. ഓക്കെ, ഇക്വാലന്റ് വെയിറ്റ് എന്താണെങ്കിലും പഠിച്ചു വെക്കണം. നിങ്ങളുടെ അടുത്ത് ചോദിക്കാം, വൈവയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ക്വസ്റ്റൻ ആണ് ഇക്വാലന്റ് വെയിറ്റ്സ് ചോദിക്കുക എന്നുള്ളത്. അപ്പൊ HClന്റെ ഇക്വാലന്റ് വെയിറ്റ് എത്രയാ, 36.5 തന്നെയാണ് വരുന്നത്. അതിന്റെ മോളിക്കുലർ വെയിറ്റ് തന്നെയാണ് അതിന്റെ ഇക്വാലന്റ് വെയിറ്റ് ആയിട്ട് വരുന്നത്. സൾഫ്യൂരിക് ആസിഡിന്റെ എങ്ങനെയാണ്, 49 ആണ് വരുന്നത്. മോളിക്കുലർ വെയിറ്റിന്റെ പകുതിയാണ് വരുന്നത്. സൾഫ്യൂരിക് ആസിഡ് ഇസ് എ ഡൈബേസിക് ആസിഡ് ആണ്. അപ്പൊ മോളിക്കുലർ വെയിറ്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇക്വാലന്റ് വെയിറ്റ് 49 എന്ന് കിട്ടുന്നത്. ഇനി നൈട്രിക് ആസിഡിന്റെ 63 ആണ് വരുന്നത്. ഓക്സാലിക് ആസിഡിന്റെയും 63 ആണ് വരുന്നത്. അപ്പൊ ഓർത്ത് വെക്കാൻ, നൈട്രിക് ആസിഡിനും ഓക്സാലിക് ആസിഡിനും 63 ആണ്. ഇനി എന്താ, സോഡിയം ഹൈഡ്രോക്സൈഡിന് 40 ആണ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിന് 56 ആണ്, സോഡിയം കാർബണേറ്റിന് 53 ആണ്, പൊട്ടാസ്യം കാർബണേറ്റിന് 69 ആണ്. എല്ലാവരുടെയും ഇക്വാലന്റ് വെയിറ്റ് ഓർത്ത് ബൈഹാർട്ട് ചെയ്ത് വെക്കാം. എങ്ങനെ ബൈഹാർട്ട് ചെയ്യാം, മീൻസ് എഴുതി നോക്കിയാൽ മതി കേട്ടോ. എഴുതി പഠിച്ചാൽ മതി. ഒരു തവണ ഇത് എന്ത് ചെയ്യുക, നോക്കി വായിച്ച് മെമ്മറൈസ് ചെയ്യുക. ഒരു 5 തവണയൊക്കെ പറഞ്ഞു നോക്കുക. പിന്നെ എന്ത് എഴുതുക, എഴുതി നോക്കുക. എഴുതി നോക്കുമ്പോൾ അത് ബ്രെയിനിൽ സ്റ്റോർ ആവും. നമ്മൾ പറയുമ്പോൾ അത് ബ്രെയിനിൽ സ്റ്റോർ ആവുന്നില്ല, പക്ഷെ എഴുതി നോക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ബ്രെയിനിൽ സ്റ്റോർ ആവും. ബ്രെയിൻ നമ്മൾ എഴുതുമ്പോൾ കുറെ എഫേർട്ട് ഇടുന്നില്ലേ, നമ്മുടെ ഫിംഗർ ടിപ്സിലുള്ള നെർവ്സ് ഒക്കെ സ്റ്റിമുലേറ്റ് ആവുന്നുണ്ട്. സോ ബ്രെയിനിന് എന്ത് പറ്റും, ബ്രെയിൻ അത് നല്ല രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ എഴുതി നോക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി നമ്മളുടെ അടുത്ത് ചോദിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് എന്ത്, നമ്മുടെ പെർമാഗ്നോമെട്രി എന്ന് പറയുന്നത്. അതായത് ഇവിടെ ചോദിക്കുന്ന മെയിൻ ക്വസ്റ്റ്യൻ, ഇവിടെ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ഏതാണെന്നാണ്. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു സെൽഫ് ഇൻഡിക്കേറ്റർ ആയിട്ട് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് വർക്ക് ചെയ്യും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, എഴുതി അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്താണ് പെർമാഗ്നോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ റിഡോക്സ് റിയാക്ഷൻസ് ഉണ്ട്, അവിടെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട്. അതുപോലെ എന്താണ്, അസിഡിക് മീഡിയം ആണ്. ഇനി ഇവിടെ കണ്ടോ, ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ വൈവയ്ക്ക് ചോദിക്കാം. നമ്മൾ ഇവിടെ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ് മീഡിയം അസിഡിക് ആക്കാനായിട്ട് നമ്മൾ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ് യൂസ് ചെയ്യുക. എന്തുകൊണ്ട് HClഉം HNO3യും യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഏത് ആസിഡ് ആണ് യൂസ് ചെയ്യുക എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് പറയും, ഓൺലി ഡൈല്യൂട്ട് H2SO4 സൾഫ്യൂരിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, HCl എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാത്തത്, അത് ക്ലോറിൻ ഗ്യാസിനെ ഇവോൾവ് ചെയ്യും. ഇനി നൈട്രിക് ആസിഡ് ഒറ്റയ്ക്ക് തന്നെ, നൈട്രിക് ആസിഡ് ഇറ്റ്സെൽഫ് ഇസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ്. അതുകൊണ്ട് നമ്മൾ നൈട്രിക് ആസിഡും യൂസ് ചെയ്യില്ല, HClഉം യൂസ് ചെയ്യില്ല, H2SO4നെയാണ് യൂസ് ചെയ്യുന്നത് ഇൻ പെർമാഗ്നോമെട്രി എന്ന് ഓർത്ത് ഇരിക്കണം. ഓക്കെ, സെറ്റ്. ഇനി ഇതാ ഇവിടെ ഈ ഒരു പോയിന്റ്സ് ടു ബി റിമെമ്പേർഡും കൂടി ഓർക്കുക. അതായത് എപ്പോഴും നമ്മൾ പൊട്ടാസ്യം പെർമാഗ്നേറ്റിനെ എന്തിലാണ് എടുക്കുന്നത്, ബ്യൂററ്റിലാണ് പൊട്ടാസ്യം പെർമാഗ്നേറ്റിനെ എടുക്കുന്നത്. അതുപോലെ അപ്പർ മെനിസ്കസ് ആണ് നമ്മൾ നോക്കുന്നത്, അത് ഓർത്തിരിക്കുക. അപ്പർ മെനിസ്കസ് ആണ് നമ്മൾ റീഡിങ് മെഷർമെന്റ്സ് എടുക്കുമ്പോൾ അപ്പർ മെനിസ്കസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നില്ല. ആരാണ് ഇൻഡിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്, പൊട്ടാസ്യം പെർമാഗ്നേറ്റ് തന്നെ. അതൊരു സെൽഫ് ഇൻഡിക്കേറ്റർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്,
വർക്ക് ആവുന്നുണ്ട്. ഇനി എങ്ങനെയാണ് എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്? ഒരു പിങ്ക് കളർ വരും അല്ലെ, ഒരു പെർമനന്റ് പിങ്ക് കളർ നമ്മുടെ ടൈട്രേഷന് വരികയാണെങ്കിൽ നമ്മൾ പറയും ഓക്കെ അതാണ് എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ്, നിങ്ങൾക്ക് അറിയാൻ മതി അല്ലെ. ഇനി ഓക്സാലിക് ആസിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു 60 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യണം. അങ്ങനെ തിയറി ചോദിക്കാം അല്ലെ. ഓക്സാലിക് ആസിഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ ഒരു 60 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യണം. ഇനി എന്താണ് ഇത്? ഇവിടെ റിഡോക്സ് ടൈട്രേഷൻസ് ആണ്, റിഡോക്സ് റിയാക്ഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്. ഇനി ഇവിടെ മെയിൻലി ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റൻ എന്താ അറിയോ? ഇതിന്റെ ഓക്സിഡൈസിങ് ഇക്വേഷൻ എഴുതാൻ ചോദിക്കും. ഓക്സിഡേഷൻ കാണിക്കുന്ന അയണിക് ഇക്വേഷൻ എഴുതാനായിട്ട് ചോദിക്കും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ എഴുതി കൊടുക്കുക. അതിനു മുമ്പ് ഇവിടെ 3 പേരുടെയും കൂടി ഇക്വാലന്റ് വെയിറ്റ്സ് പഠിക്കണം. അതായത് KMnO4ന്റെ, മോസോൾട്ടിന്റെ, ഹൈഡ്രേറ്റഡ് ഓക്സാലിക് ആസിഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു 63 ആണ്. മോസോൾട്ടിന്റെ എങ്ങനെയാണ്? 392 ആണ്. KMnO4ന്റെ എങ്ങനെയാണ്? 31.6 ആണ്. അപ്പൊ ഈ ഒരു ഇക്വാലന്റ് വെയിറ്റും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ചോദിക്കും, എന്താണെങ്കിലും ചോദിക്കും. മോസോൾട്ടിന്റെ ഒക്കെ എന്താണെങ്കിലും ചോദിക്കും. മോസോൾട്ടിന്റെ ഫോർമുലയും കൂടി പഠിക്കുക. FeSO4 NH4SO4.6H2O എന്നുള്ള മോസോൾട്ടിന്റെ ഫോർമുലയും പഠിക്കുക. അതും ചോദിക്കും. ഇനി ഇവിടെ ഈ ഒരു ഇക്വേഷൻ എഴുതാൻ വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. അപ്പൊ നോക്കിക്കേ, നമ്മുടെ Fe2+ ഇവൻ എന്തായിട്ട് മാറ്റും? Fe3+ ആയിട്ട് മാറ്റും അല്ലെ. Fe2+നെ Fe3+ ആയിട്ട് മാറ്റും. ഫെറസിനെ ഫെറിക് ആയിട്ട് മാറ്റും. സി, ഈ Fe2+നെ വിളിക്കുന്നത് എന്താണെന്ന് ചോദിക്കാം. Fe2+ ഫെറസ് ആണ്, Fe3+ ഫെറിക് ആണ്. ഓക്കെ, ഫെറസിനെ ഫെറിക് ആയിട്ട് മാറ്റും. അപ്പൊ നമുക്കറിയാം ഫെറസിനെ ഫെറിക് ആയിട്ട് മാറ്റുന്നത് ആരാ മാറ്റുന്നത്? MnO4- ആണ് മാറ്റുന്നത്. അപ്പൊ ഈ MnO4 അസിഡിക് മീഡിയത്തിൽ എന്തായിട്ട് മാറും? Mn2+ ആയിട്ട് മാറും. H+ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു, 8H+ ഉണ്ട്, അത് H2O ആയിട്ട് മാറും. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ റിയാക്ഷൻസ് എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ബാലൻസ് ചെയ്ത് എഴുതാനായിട്ട് പഠിക്കണം അല്ലെ. ഇവിടെ ഒരു 5 Fe ഉണ്ട്, ഇവിടെ അപ്പൊ 5 Fe. MnO4- ഒന്നുമില്ല, ഇവിടെ 8H+ ആണ് വരുന്നത്. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 4H2O കിട്ടും. ഇനി ഇവിടെ ഇതുപോലെ തന്നെ ഓക്സാലിക് ആസിഡ് ആണ്. ഓക്സാലിക് ആസിഡ് ആണെങ്കിൽ ഓക്സലേറ്റ് അയൺ C2O4 എന്തായിട്ടാണ് മാറ്റുന്നത്? കാർബൺ ഡയോക്സൈഡ് ആയിട്ടാണ് മാറ്റുന്നത്. അപ്പൊ ആരാ മാറ്റുന്നത്? MnO4- ആണ്. അപ്പൊ ഇവിടെയും 5 തന്നെയാണ് വരുന്നത്, പക്ഷെ ഇവിടെ 2 MnO4- വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും? ഇവിടെ ഒരു 2 Mn+ കൊടുക്കും. ഇവിടെ 16H+ ആയതുകൊണ്ട് ഇവിടെ ഒരു 8H2O കൊടുക്കും. ഇക്വേഷൻ, ഈ 2 ഇക്വേഷൻസും നിങ്ങളുടെ അടുത്ത് എഴുതാനായിട്ട് ചോദിക്കും. ഫെറസിനെ ഫെറിക് ആക്കുന്നതും അതുപോലെ ഓക്സലേറ്റിനെ കാർബൺ ഡയോക്സൈഡ് ആക്കി മാറ്റുന്ന ഇക്വേഷനും നിങ്ങളുടെ അടുത്ത് അയണിക് ഇക്വേഷൻ എഴുതാനായിട്ട് ചോദിക്കും. സോ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ അത് എഴുതി കൊടുക്കുക കേട്ടോ. എഴുതി പഠിച്ചാൽ അത് സിമ്പിൾ ആണ്. ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് നോക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടൈട്രേഷനിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ തന്നെ ടൈട്രേഷനിൽ നിങ്ങളുടെ അടുത്ത് വൈവായിട്ട് ചോദിക്കുള്ളൂ. ഇനി നമ്മളുടെ അടുത്ത് ഓർഗാനിക് അനാലിസിസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് എന്ത് ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയേജൻസിനെ പറ്റി ചോദിക്കാം. ഇപ്പൊ ടോളറൻസ് റിയേജന്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോളറൻസ് റിയേജന്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ പറഞ്ഞിട്ട് അത് എന്താണ് ഫോം ചെയ്തത് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കാർബോക്സിലിക് ആസിഡ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സോഡിയം ബൈകാർബണേറ്റ് സൊല്യൂഷൻ വെച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രിസ്ക് എഫർവെസൻസ് ആരുടെ പ്രോപ്പർട്ടിയാണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രോപ്പർട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നമുക്ക് കിട്ടിയ ആള് കാർബോക്സിലിക് ആസിഡ് ആണ്. ഇനി എസ്റ്റേഴ്സ് ആണെങ്കിൽ അവരുടെ പ്രത്യേകത എന്താ? അവർക്കൊരു പ്ലസന്റ് ഫ്രൂട്ടി സ്മെൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ പ്ലസന്റ് ഫ്രൂട്ടി സ്മെൽ ഉണ്ടെങ്കിൽ അത് എന്താണ്? എസ്റ്റേഴ്സ് ആണ്. അപ്പൊ എസ്റ്റർ ആണെങ്കിൽ നമ്മൾ ഏത് റിയേജൻസിനെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്? ഈഥൈൽ ആൽക്കഹോളും അതുപോലെ കോൺസെൻട്രേറ്റഡ് H2SO4 ആണ് നമ്മൾ എസ്റ്റേഴ്സ് ആവുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഫീനോൾസിന്റെ കേസിൽ നമുക്കറിയാം ഫീനോൾസിന് ഒരു കാർബോളിക് സ്മെൽ ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. കണ്ടോ ആ ഫോർമേഷൻ, ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്താണ്? 2,4,6 ട്രൈബ്രോമോഫീനോളിന്റെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. കണ്ടോ, ദിസ് ഇസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് 2,4,6 ട്രൈബ്രോമോഫീനോൾ. അതും കൂടെ വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം അല്ലെ. അപ്പൊ ഫീനോൾ ആണെങ്കിൽ ബ്രോമിൻ വാട്ടർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് ഉണ്ടാവുന്നത്. അത് എന്താണ് ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്? 2,4,6 ട്രൈബ്രോമോഫീനോൾ ആണ് വരുന്നത്. ഇനി എന്ത് ചെയ്യാം? ഫിനോൾ ആണോ എന്ന് നോക്കാൻ വേണ്ടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്ത് പറ്റും? ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു വയലറ്റ് കളർ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഓക്കെ അത് ഫീനോൾ ആണ്. ഇനി അമീൻസ് ആണെങ്കിൽ അവർക്കൊരു ഫിഷി സ്മെൽ ഉണ്ടാവും. ഓക്കെ, നമുക്കൊരു ഫിഷി സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് അമീൻ ആണ്, കൺഫേം ആയിട്ട് പറയാം. ഇനി അമീൻസിന് നമ്മൾ എന്ത് ചെയ്യും?
ഡൈല്യൂട്ട് HCl ആഡ് ചെയ്ത് കൊടുക്കും. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, NaOH കൂടി ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന സബ്സ്റ്റൻസ് ഡൈല്യൂട്ട് HCl ഡിസോൾവ് ചെയ്യുന്നുണ്ട്, അതുപോലെ ആൽക്കലി ആഡ് ചെയ്യുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ പറയും അവൻ എന്താണ്, അവൻ അമീൻസ് ആണ്. അപ്പൊ അമീൻസ് ഡിസോൾവ് ഇൻ ഡൈല്യൂട്ട് ആസിഡ്സ് ടു ഫോം ദെയർ സോൾട്സ്. അമീൻസ് ഇസ് റീജനറേറ്റഡ് ഓൺ ആഡിങ് ആൽക്കലി. കണ്ടോ? അപ്പൊ അമീൻസിന്റെ ഡിറ്റക്ട് എങ്ങനെയാണ്, അമീൻസിന്റെ പ്രസൻസ് എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യാന്ന് വെച്ചാൽ ആസിഡ് ആഡ് ചെയ്യുമ്പോൾ അത് ഡിസോൾവ് ചെയ്യുകയും ആൽക്കലി ആഡ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യും, റീജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും അത് അമീൻ ആണ്. ഓക്കെ, നമ്മൾ പറയും അത് അമീൻ ആണ്. ഇനി 2 or 3 drops ഓഫ് ക്ലോറോഫോംസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാ, നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അൺപ്ലസന്റ് ഫ്ലൗൾ സ്മെല്ല് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ക്ലോറോഫോം ആഡ് ചെയ്ത് കൊടുത്തു, ദെൻ എന്ത് ചെയ്തു, ആൽക്കഹോളിക് KOH ആഡ് ചെയ്ത് കൊടുത്തു. ക്ലോറോഫോമും ആൽക്കഹോളിക് KOH ആഡ് ചെയ്ത് കൊടുത്തപ്പം ഫൗൾ സ്മെല്ല് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് അമീൻ ആണ് എന്ന് പറയാം കേട്ടോ. ദ അൺപ്ലസന്റ് സ്മെൽ ഇസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ഐസോസയനൈഡ് ഓർ കാർബൈൽ അമീൻ. അത് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ അമീൻസിന് ഫസ്റ്റ് തന്നെ ഒരു ഫിഷി സ്മെൽ ഉണ്ടെങ്കിൽ അമീൻ ആണ്. ഇനി ഡൈല്യൂട്ട് HClഉം NaOH ആഡ് ചെയ്യുമ്പോൾ ഡൈല്യൂട്ട് HCl ഡിസോൾവ് ചെയ്യുകയും NaOH ആഡ് ചെയ്യുമ്പോൾ റീജനറേറ്റ് ചെയ്യുകയും വരികയാണെങ്കിൽ അത് അമീൻ ആണ്, ഓർത്തിരിക്കണം. ഇനി ആൽഡിഹൈഡ്സിന്റെ ടെസ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നെയിംഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ പഠിക്കുന്നത്. ബോഷേസ് റിയേജന്റ് വരുന്നുണ്ട്, സ്കിഫ്സ് വരുന്നുണ്ട്, അതേപോലെ ടോളൻസ് വരുന്നുണ്ട്. ടോളൻസ് റിയേജന്റ് എപ്പോഴും ചോദിക്കുന്നതാണ്, എന്താണ് ടോളൻസ് റിയേജന്റ് എന്ന് ചോദിക്കും, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും ചോദിക്കും. അപ്പം ബോഷേസ് റിയേജന്റിന്റെ വേറെ പേര് എന്താന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് 2,4-dinitrophenolhydrazine എന്നാണ് നമ്മുടെ ബോഷേസ് റിയേജന്റിന്റെ പേര് വരുന്നത്. അപ്പൊ ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, ഒരു യെല്ലോ ഓറഞ്ച് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഇനി എന്താണ്, ഇവിടെ ഷിഫ്റ്റ്സ് റിയേജന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു പിങ്ക് കളറാണ് കിട്ടുന്നത്. ഓക്കെ, പിങ്ക് കളറാണ് കിട്ടുന്നത്. ഇനി ടോളൻസ് റിയേജന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ സിൽവർ മിറർ കിട്ടും. അപ്പൊ ഈ ടോളൻസ് റിയേജന്റിനെ പറ്റി നിങ്ങളുടെ അടുത്ത് ചോദിക്കും, ടോളൻസ് റിയേജന്റ് എന്താണ് എന്ന് ചോദിക്കും. ടോളൻസ് റിയേജന്റ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്, ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോളൻസ് റിയേജന്റ് യൂസ് ചെയ്യുന്നത്. എന്താണ് ടോളൻസ് റിയേജന്റ്, അമോണിയാക്കൽ സൊല്യൂഷൻ ഓഫ് സിൽവർ നൈട്രേറ്റ് ആണ്. അതിന്റെ ഫോർമുലയും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, AgNH3 twice OH ആണ് എന്ത് വരുന്നത്, നമ്മളുടെ ടോളൻസ് റിയേജന്റിന്റെ ഫോർമുല വരുന്നത്. ഓക്കെ, ഇനി കീറ്റോൺസിന്റെ ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് നമുക്കറിയാം ബോഷേസ് റിയേജന്റും അതുപോലെ ടോളൻസ് റിയേജന്റും വെച്ച് കഴിഞ്ഞാൽ യെല്ലോ ഓറഞ്ച് പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ കീറ്റോൺ ആണ്. അതേപോലെ തന്നെ ടോളൻസിനാണെങ്കിൽ എന്ത് കിട്ടും, സിൽവർ മിറർ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നില്ലെങ്കിൽ അത് എന്താണ്, കീറ്റോൺസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതാണ് എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് ആണോ ഇല്ലേ എന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളാണ് അല്ലെ. ഇനി നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ തന്നെ അല്ലെ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്, ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യാം അല്ലെ. പ്രിലിമിനറി ടെസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കളർ കാണുന്നുണ്ടെങ്കിൽ, ഒരു ബ്രൗൺ കളർ കാണുന്നുണ്ടെങ്കിൽ അത് അമീൻ ആണ്, ഫീനോൾ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. കളർലെസ് ആണെങ്കിൽ അതൊന്നില്ലെങ്കിൽ ആൽഡിഹൈഡ്, കീറ്റോൺസ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, കാർബോക്സിലിക് ആസിഡ്സ് ആയിരിക്കും. ഇനി സ്മെല്ല് വെച്ച് ഫിഷി സ്മെല്ലാണെങ്കിൽ അമീൻ ആണ്, കാർബോളിക് സ്മെല്ലാണെങ്കിൽ ഫീനോൾസ് ആണ്, ബിറ്റർ ആൽമണ്ട്സിന്റെ സ്മെല്ലാണെങ്കിൽ എന്താണ്, അത് ആൽഡിഹൈഡ്സ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് പറ്റും. ഇനി എന്ത് ചെയ്യാം, ലിറ്റ്മസ് പേപ്പർ വെച്ച് നമുക്ക് പറയാൻ പറ്റും, ആസിഡ് ബേസ് വെച്ച്. റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ബേസ് അല്ലെ. ബേസ് ബ്ലൂവിന്റെയും ബി വെച്ചാണ്, ബേസും സ്റ്റാർട്ട് ചെയ്യുന്ന ബി വെച്ചാണ്, ബ്ലൂ ആകുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ബേസ്. ആരാണ് ബേസ് എന്ന് പറയുന്നത്, അമീൻ ആണ്. ഇനി റെഡ് ആക്കുകയാണ്, ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എൻ ആസിഡ്. ഏതൊക്കെയാണ് വരിക, ആസിഡ് അല്ലെങ്കിൽ ഫീനോൾ ആണ് വരുന്നത്. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാനാണ്, ഞാൻ പെട്ടെന്ന് ഇതിലൊന്ന് വെച്ചേ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓടിച്ച് നോക്കിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇനി സോഡിയം ബൈകാർബണേറ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ടെസ്റ്റ് ചെയ്യാം ണെന്ന് വിചാരിക്കട്ടോ. അപ്പോ നമുക്ക് ബ്രിസ്ക് എഫർവെസൻസ് കിട്ടുന്നുണ്ടെങ്കിൽ കാർബോക്സിലിക് ആസിഡ് കൺഫേം ചെയ്തു. ഇനി സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറ്റാണ്, ദ സബ്സ്റ്റൻസ് ഡിസോൾവ്ഡ് ആൻഡ് റീഅപ്പിയറൻസ് ഓൺ ആഡിങ് കോൺസെൻട്രേറ്റ് HCl ആണെങ്കിൽ കാർബോക്സിലിക് ആസിഡ് അല്ലെങ്കിൽ ഫീനോൾ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഡൈല്യൂട്ട് HCl വെച്ച് ഇതാക്കുന്നത് നമുക്ക് എന്ത് പറ്റും, the substance dissolve and reappearance on adding NaOH അല്ലെ. ആദ്യം ഡൈല്യൂട്ട് HCl ഡിസോൾവ് ആകും, NaOH ആഡ് ചെയ്യുമ്പോൾ റീഅപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് അമീൻ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഫെറിക് ക്ലോറൈഡ് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വയലറ്റ് കളർ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഫീനോൾ ആണെന്ന് മനസ്സിലായി. ബോഷേസ് റിയേജന്റിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് ആൽഡിഹൈഡ് ആണ് അല്ലെങ്കിൽ കീറ്റോൺ ആണ് എന്ന് നമുക്ക് മനസ്സിലായി കേട്ടോ. ടോളൻസ് റിയേജന്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാൾ ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോളൻസ് റിയേജന്റ്
യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എസ്റ്ററിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു പ്ലസന്റ് ഫ്രൂട്ടി സ്മെൽ ആണെങ്കിൽ നമ്മൾ പറയും ഇറ്റ്സ് കാർബോക്സിലിക് ആസിഡ്. ഇനി ഫീനോൾ ആണെങ്കിൽ എന്ത് പറ്റും? ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ അത് ഫീനോൾ ആണ്. ഇനി അമീൻസിന്റെ കേസ് വരികയാണെങ്കിൽ നമുക്കറിയാം ക്ലോറോഫോമും ആൽക്കഹോളിക് KOHും ആഡ് ചെയ്യുന്ന സമയത്ത് അൺപ്ലസന്റ് ഫ്ലൗൺ സ്മെൽ ആണെങ്കിൽ അമീൻ കൺഫേം ആയി. ഇനി ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും നോക്കുമ്പോൾ നമുക്കറിയാം റെഡ് പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആൽഡിഹൈഡ്സ് ആണെന്ന് പറയും. പ്രസിപ്പിറ്റേറ്റ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? കീറ്റോൺ ആണെന്ന് പറയും കേട്ടോ. ഫെല്ലിങ്സ് സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ റെഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ആൽഡിഹൈഡ് ആണെന്നും ഒന്നും കിട്ടുന്നില്ലെങ്കിൽ കീറ്റോൺ ആണ് എന്നും പറയും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്ത് വരുന്നത് നമ്മൾക്ക് മൊത്തത്തിൽ നമ്മുടെ കെമിസ്ട്രി ലാബിൽ പഠിക്കാനുള്ളത് അല്ലെ. അപ്പൊ വൈവ ക്വസ്റ്റ്യൻസിൽ സോൾട്ട് അനാലിസിസ് എന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും അതേപോലെ തന്നെ ടൈട്രേഷൻസ് എന്ന് ചോദിച്ചാലും ഓർഗാനിക് അനാലിസിസ് എന്ന് ചോദിച്ചാലും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ ഇക്വേഷൻസും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിപ്പോ ചെയ്ത് ഒന്നും കൂടി നമ്മൾ ഫുൾ വീഡിയോ ഒന്നും കൂടി എന്ത് ചെയ്യുക? ഇരുന്ന് കണ്ട് ഏതൊക്കെ എപ്പോഴും ഇതിന്റെ പിന്നിലുള്ള കെമിസ്ട്രി ആയിരിക്കും ചോദിക്കേണ്ടാവുക. ഈ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായ കോമ്പൗണ്ട് ഏതാണ്, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആര് കാരണമാണ് ഉണ്ടായത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്നും കൂടെ ഒന്ന് നോക്കുക. അപ്പൊ ഓൾ ദി ബെസ്റ്റ് എവരിവൺ.